നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എനിക്കറിയാം അവനെ. സകല അഭ്യാസങ്ങളും ചുവടുകളും പഠിച്ചവനവൻ. പക്ഷേ നിങ്ങൾ 4 പേരിലായിരുന്നു അവിടെ, ഒന്നിന് പകരം 4. എന്നിട്ട് ഒന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞാൽ നിന്നെയൊക്കെ എന്തിനാ വിലക്കെടുത്തതെന്ന് ഞാൻ ചിന്തിച്ചു പോവുക. അവള് തനിച്ചായിരുന്നെങ്കിൽ ഞങ്ങൾ 4 പേര് ധാരാളമായിരുന്നു. അവൻ സാധാരണക്കാരനായിരുന്നെങ്കിലും ഞങ്ങൾ ഇത്രയും തന്നെ ധാരാളം. പക്ഷേ കണക്ക് കൂട്ടല് മുഴുവൻ തെറ്റിച്ചത് ആ റാസ്കല. ഞങ്ങളിൽ ഒരാൾ വീണുപോയി, അറിയാമോ? ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് പുച്ഛമാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞാൽ എന്ത് തോന്നും മിസ്റ്റർ ഹൈദർ അലി ഹുസൈൻ? പറഞ്ഞ പണം ബാർഗെയിനിങ് പോലും ഇല്ലാതെ സമ്മതിച്ചത് തോട്ട് വക്കത്ത് പോയി ചൂണ്ടയിട്ട് വരാലിനെ പിടിക്കാനല്ല എന്ന് ചിന്തിക്കണ്ടേ? അതിനുള്ള മിനിമം കോമൺ സെൻസ് എങ്കിലും വേണ്ട ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാക്കിയിട്ടിട്ടുള്ളൊരു പോലീസുകാരന്. ഞാൻ ഏറ്റുപോയല്ലോ ഈ ദൗത്യം. അതിൽ വന്ന പാളിച്ചകളും അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുക്കുന്നു. നിങ്ങളുടെ വാക്കുകളല്ല, പ്രവൃത്തിയാ എനിക്ക് വേണ്ടത്. അതിനാണ് വില. ഹൈദരുടെ വാക്കുകൾക്കും വിലയുണ്ട് മേഘനാഥൻ. ഇന്ന് രാത്രി പുലരും മുമ്പ് ഈ കാട് മുഴുവൻ അരിച്ചു പിറക്കേണ്ടി വന്നാലും അവളെ ഞാൻ പൊക്കിയിരിക്കും. നിങ്ങളുടെ കാൽച്ചുവട്ടിൽ കൊണ്ടുവന്ന് വച്ചിരിക്കും. ആ ശരി, കാത്തിരിക്കാൻ ഞാൻ ഈ രാത്രി പുലരും വരെ. കാരണം ഹൈദർ അലി ഹുസൈൻ എന്ന നൊട്ടോറിയസ് പോലീസ് ഓഫീസറിനെ എനിക്കിപ്പോഴും വിശ്വാസമാണ്. താങ്ക് യു. ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു. രാധയെ മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ. അവളെ മാത്രമേ എനിക്ക് ജീവനോടെ കിട്ടണമെന്ന് വാശിയുള്ളൂ. മറ്റവൻ എന്റെ കൺസേണയല്ല. അവൻ ചത്താലും ജീവിച്ചാലും നടുതളർന്ന് കിടന്നാലും ഈ മേഘനാഥന് ഒന്നുമില്ല. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ ഹൈദർക്ക്? മനസ്സിലായി. അവനെ ഈ കാടിന്റെ ഏതെങ്കിലും ചെരുവിൽ കുഴിയെടുത്ത് മൂടിയിട്ടേ ഞങ്ങൾ തിരിച്ചു വരൂ. വെരി ഗുഡ്, ക്യാരി ഓൺ. പറഞ്ഞതൊക്കെ കേട്ടല്ലോ. ഞാനല്ല, നമ്മളാ വാക്ക് കൊടുത്തിരിക്കുന്നത്. നാളത്തെ സൂര്യോദയം അവൻ കാണരുത്. വാ, എല്ലായിടത്തും കണ്ണും മനസ്സും എത്തണം. ഒളിക്കാൻ ഒരു ഇലയുടെ മറവ് പോലും അവർക്ക് കിട്ടരുത്. യെസ് സാർ. വാ. അല്ല സാർ, ഇത്രയൊക്കെ കേട്ടപ്പോ ഞാൻ ആലോചിക്കരുത്. എന്ത്? അല്ല, ആ കൂട്ടത്തിൽ ഒരുത്തേയില്ലേ രാധയ്ക്ക് സംരക്ഷകനായിട്ട്? അവ ഇനി രാധയുടെ ഭർത്താവ് മറ്റോ ആണോ? അത് പിന്നെ അല്ല, രാവും പകലും എവിടെ പോയാലും ഒരുമിച്ചായോണ്ട് ചോദിച്ചു പോയതാ. ഒരിക്കലുമല്ല. അവളുടെ വിധി എന്റെ കൂടെ ജീവിക്കാനാണ്. മറ്റൊരുത്തനും അവളുടെ ഭർത്താവാകാൻ കഴിയില്ല. രാജകുമാരിക്ക് രാജകുമാരന്മാരെ ഇണങ്ങും. അത് നിയോഗമാണ്. അതുകൊണ്ട് തന്നെയാ ഹൈദറിന് അവനെ തീർത്തേക്കാൻ ഞാൻ നിർദ്ദേശം കൊടുത്തത്. അവന്റെ ചിത കത്തുമ്പോ കോട്ടയ്ക്കൽ മേഘനാഥൻ തൃപ്പങ്ങോട്ട് രാധയുടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കും. മണിച്ച അതോർത്തിരുന്നോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.